ഇപ്പോൾ എന്താണ് അറിയാൻ പോകുന്നതെന്ന് ഊഹിക്കാമോ? ഒരുപോലെ ഇരിക്കുന്ന രണ്ടിൻ്റെ രണ്ട് രൂപങ്ങൾ. ഈ പറയുന്നത് എന്താണെന്ന് ആദ്യം തോന്നാം അല്ലേ? എന്നാൽ മൊത്തമായി കണ്ടാൽ ആ തോന്നൽ മാറ്റാം. ഒരുപോലൊക്കെ തോന്നിപ്പിക്കുന്ന രണ്ട് ഹിന്ദിയിലെ വാക്കുകൾ, വ്യത്യസ്ത വാക്കുകൾ, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അറിയുവാൻ നമുക്ക് നോക്കാം. എന്നാൽ തുടങ്ങാം. മേനെ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രണ്ട് വാക്കുകൾ? എന്താണ് വ്യത്യാസം? ഏതെവിടെ എപ്പോൾ എങ്ങനെ പറയാം? ഈ വർത്തമാനകാലത്തിലും ഭാവി കാലങ്ങളിലുമൊക്കെ വരുന്ന വാക്ക് നമുക്ക് ഭൂതകാലത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ ഭൂതകാലത്തിൽ ഉപയോഗിക്കുന്നത് ഈ മറ്റ് രണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇന്നലേക്കായി, ഇന്നിനായി, നാളേക്കായൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം വ്യത്യാസം ഉണ്ടായെങ്കിലേ പറ്റൂ. जो शब्द हम आज के लिए प्रयोग करता है, कल के लिए और आने वाला कल के लिए क्या हम प्रयोग कर सकता है? അപ്പോൾ നാം ഉപയോഗിക്കും അല്ലെങ്കിൽ മേനെ ഭൂതകാലത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുമോ? നിർബന്ധമില്ല. ട്രാൻസിറ്റീവ് വേർബ് വരുമ്പോൾ നിർബന്ധമായിട്ടും അത് തന്നെ പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഭൂതകാലത്തിൽ പറയുന്നത് വർത്തമാനകാലത്തിലും ഭാവിയിലും ഒന്നും പറയുന്നില്ലെങ്കിലും ട്രാൻസിറ്റീവ് വേർബ് വരുമ്പോൾ അത് പറഞ്ഞേ മതിയാവും. അതാ പറയേണ്ടത്. അപ്പോൾ ഭൂതകാലത്തിൽ വേർബില്ലാതെ വാക്യം പറയാൻ പറ്റുമോ? മേ ഉപയോഗിച്ച് പറ്റും. അപ്പോൾ ഇന്ന് മേ പറയും, നാളെ മേ പറയും. എന്നാൽ ഇന്നലെ മേനെ പറയും. എപ്പോൾ? വേർബുള്ളപ്പോൾ. അല്ലാത്തപ്പോൾ നിർബന്ധമില്ല. മേ പറയാമോ? മേ പറയാം. മേ പറയുന്നു. അപ്പോൾ ഈ മേ അല്ലെങ്കിൽ മേനെ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ആരാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മേ അല്ലെങ്കിൽ മേനെ ഉപയോഗിക്കുന്നു. ഞാൻ എന്തു ചെയ്തു, ഞാൻ എന്തു ചെയ്യുന്നു, ഞാൻ എന്തു ചെയ്യും, ഇങ്ങനെ പറയുമ്പോൾ ക്രിയ വരും. അപ്പോൾ ഇത് പാസ്റ്റിൽ വരുമ്പോൾ അവിടെ മേ നിർബന്ധമില്ല, മേനെ പറയണം. മേ രണ്ട് വാക്യങ്ങൾ പറയാം. മേ ശിക്ഷക് ഥാ അല്ലെങ്കിൽ മേ പടാത്ത. രണ്ടും വാക്യമല്ലേ? ഒന്നിൽ വേർബ് വന്നില്ല, എന്നാൽ ഒന്നിൽ വേർബ്. അപ്പോൾ മനസ്സിലായല്ലോ ഏത് വാക്യം തുടങ്ങുമ്പോൾ മേം പറയണം, ഏതിലാണ് മേനെ ചേർത്ത് പറയേണ്ടത്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, മേനെ ഏക് ശിക്ഷക് ഥാ മേം പടാത്ത ഥാ. എങ്ങനെയിരിക്കുന്നു? പൂച്ച മണ്ണേ കയറിയ പോലെ അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴാ എങ്ങനാ മേനെ പറയേണ്ടത് എന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ രണ്ട് വാക്യങ്ങൾ പറയാം, അതിലേതാ ശരിയെന്ന് കണ്ടുപിടിക്കാം. മേ ഏ കാം പൂരാ കിയ അല്ലെങ്കിൽ മേനെ ഏ കാം പൂരാ കിയ. രണ്ട് വാക്യങ്ങളിലൂടെ കൂടി വ്യത്യസ്തമായ രണ്ട് വാക്യങ്ങളിലൂടെ പറയാം. മേനെ ശിക്ഷക് ഥാ, മേ ശിക്ഷക് ഥാ. അപ്പോൾ രണ്ടിലും ഒന്ന് ശരിയാണ്. 4 വാക്യങ്ങൾ പറഞ്ഞതിൽ 2 ശരിയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ വാക്കുകളൊക്കെ ഒരുപോലെ തോന്നിയാലും അത് 2 രീതിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അത് പറച്ചിലിലും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, പറച്ചിൽ മെച്ചപ്പെടുത്തുക. പഠിക്കാത്തവരാണ് തെറ്റ് കാണിക്കുന്നത്, തെറ്റ് ചെയ്യുന്നത്, തെറ്റ് വന്നു പോകുന്നത്. എന്നാൽ പഠിക്കുമ്പോൾ, മെച്ചപ്പെടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം.